കർത്താവേ, നിന്റെ വേദത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കണ്ട് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. യേശു തമ്പുരാന്റെ നാമത്തിൽ തന്നെ. അഭിനന്ദനായ ദാനിയേൽ തിരുമേനി, ബഹുമാനപ്പെട്ട വൈദിക സഹോദരങ്ങളെ, പ്രിയ മൈക്കിൾ ജോൺ തിരുമേനിയുടെ കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും പ്രാരംഭത്തിലെ ഈസ്റ്ററിൻ്റെ എല്ലാ നന്മയും അനുഗ്രഹവും സമാധാനവും വിനയപൂർവ്വം ആശംസിക്കട്ടെ. രണ്ടാം വട്ടമാണ് ഞാൻ ഈ കത്തീഡ്രൽ വരുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അഭിനന്ദ ദാനിയേൽ തിരുമേനി ഇവിടെ ചുമതലയിലിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈസ്റ്റ് കേരള ഡയസിസിലെ യുവാക്കളുടെ ഒരു യോഗത്തിൽ ഞാൻ വന്നത് ഓർക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തെ
കാനഡയിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. സുദീർഘമായ ആ പൗരോഹിത്യ ശുശ്രൂഷയെ സ്മരിച്ചുകൊണ്ട് വേദഭാഗം വായിക്കട്ടെ. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യിരെമ്യാ പ്രവചനം 2-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയുടെ വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. ഇസ്രായേൽ യഹോവയ്ക്ക് വിശുദ്ധവും അവന്റെ വിളവിന്റെ ആദ്യഫലവുമാണ്. അവനെ തിന്നുകളയുന്നവരൊക്കെയും കുറ്റക്കാരായി തീരും. അവർക്ക് ദോഷം വന്നും ഭവിക്കും എന്നായിരുന്നു യഹോവയുടെ അരുളപ്പാട്. യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തിലെ സർവ്വവംശങ്ങളുമായുള്ളവരെ യഹോവയുടെ അരുളപ്പാട് കേട്ടുകൊള്ളുക. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ വിട്ടകന്ന് മിഥ്യാമൂർത്തികളോട് ചേർന്ന് വ്യർത്ഥന്മാരായി തീരുവാൻ തക്കവണ്ണം അവർ എന്നെ എന്തൊരന്യായം കണ്ടു. ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച പാഴ്നിലവും കുഴികളുമുള്ള ദേശമായി, വരൾച്ചയും കുരുരവുമുള്ള ദേശമായി, മനുഷ്യ സഞ്ചാരമോ ആൾപ്പാർക്കോ ഇല്ലാത്ത ദേശമായ മരുഭൂമിയിൽ കൂടി ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന യഹോവ എവിടെ എന്ന് അവർ ചോദിച്ചില്ല. ഞാൻ നിങ്ങളെ ഫലവത്തായ ഒരു ദേശത്ത് അതിന്റെ ഫലവും ഗുണവും അനുഭവിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ അവിടെ എത്തിയ ശേഷം നിങ്ങൾ എന്റെ ദേശത്തെ അശുദ്ധമാക്കി എന്റെ അവകാശത്തെ അറപ്പാക്കി കളഞ്ഞു. യഹോവ എവിടെ എന്ന് പുരോഹിതന്മാർ അന്വേഷിച്ചില്ല. ന്യായപ്രമാണക്കന്മാർ എന്നെ അറിഞ്ഞില്ല. ഇടയന്മാർ എന്നോട് അതിക്രമം ചെയ്തു. പ്രവാചകന്മാർ ബാൽ മുഖാന്തരം പ്രവചിച്ചു. പ്രയോജനമില്ലാത്തവരോട് ചേർന്ന് നടന്നു. ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കട്ടെ. ഒരു പക്ഷേ അല്പം നിഷേധ ശൈലിയിൽ തുടങ്ങുന്നു എന്ന് ചിന്തിച്ചേക്കാം. അതങ്ങനെ തന്നെയാണ്. ഞാനൊരു പഴയ നിയമ വേദഭാഗ വിദ്യാർത്ഥിയാണ്. ആദിയിൽ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഉണ്ടായിരുന്നത് ഇരുളും അതിർത്തിയില്ലാത്ത വെള്ളവുമാണ്. വെള്ളത്തിന്റെ സ്വഭാവം ഏതാണ്ട് നമ്മളെ പോലെയാണ്. ഏത് പാത്രത്തിൽ കിടക്കുന്നോ ആ പാത്രത്തിന്റെ സ്വഭാവമാണ്. അങ്ങനെ മലയാളികൾ എല്ലായിടത്തും പറയുകയും ചെയ്യും. ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുമുറി തിന്നണം എന്നാണ്. സ്വന്തമായ ഒരു അഭിപ്രായമോ സ്വന്തമായ ഒരു വ്യക്തിത്വമോ പലപ്പോഴും കാത്തു സൂക്ഷിക്കാൻ പറ്റാതെ അവിടവിടുത്തെ സാഹചര്യം അനുസരിച്ച് ജീവിക്കാൻ, അതിൽ പരമാവധി നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുക പലപ്പോഴും സ്വഭാവമാണ്. സൃഷ്ടിയിൽ ആദ്യം ഉണ്ടായിരുന്നത് ഈ അലങ്കോലാവസ്ഥയാണ്. അന്ധകാരത്തിന്റെ നിറഞ്ഞ അതിർത്തിയില്ലാത്ത അലങ്കോലമായ ജലത്തിന്റെ. എൻ്റെ സഭാപാരമ്പര്യത്തിൽ ദിവസം ആരംഭിക്കുന്നത് വൈകുന്നേരമാണ്. 6 മണി മുതൽ പിറ്റേന്ന് വൈകിട്ട് 5:59 വരെയാണ്. അന്ധകാരത്തെ വകഞ്ഞു മാറ്റി പ്രകാശത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ രക്ഷണ്യ പ്രവൃത്തി എപ്പോഴും അന്ധകാരത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ഞങ്ങളുടെ ധാരണ. അതങ്ങനെ എപ്പോഴും ജീവിക്കാറില്ല. എങ്കിലും ഇവിടെ യിരെമ്യാ പ്രവാചകന്റെ പ്രവർത്തനകാലം വളരെ നിർണായകമായ ഇസ്രായേലിലെ ഒരു കാലഘട്ടമാണ്. അശൂർ ആക്രമണത്താൽ വടക്കുള്ള 10 ഗോത്രങ്ങളെ കീഴടക്കി ഇനി തെക്കോട്ട് എന്ന് ആക്രമണം വരാൻ സാധ്യതയുണ്ട് എന്ന് ആശങ്കപ്പെട്ടിരുന്ന തെക്ക് യോശിയ രാജാവിന്റെ വാഴ്ചയുടെ 13-ാം വർഷം പ്രവാചകൻ ഒരു വശത്ത് ഇസ്രായേലിനെ പീഡിപ്പിക്കുന്നവരെ കുറ്റം പറയുകയും, എന്നാൽ അങ്ങനെ പീഡിപ്പിക്കാൻ തക്കവണ്ണം തങ്ങളെ തന്നെ വിട്ടുകൊടുക്കാതിരിക്കാൻ നീതിയുടെയും ന്യായത്തിന്റെയും ദൈവിക മാർഗത്തിലൂടെ
സഞ്ചരിക്കാനുള്ള ഒരു നിർദ്ദേശം. ഇപ്പോൾ അങ്ങനെയല്ല എന്ന ഒരു കുറ്റാരോപണവും. ഈ ഒരു പശ്ചാത്തലം സത്യത്തിൽ ഇന്ന് നാം ജീവിക്കുന്ന സാഹചര്യവുമായി വളരെ എളുപ്പത്തിൽ താരതമ്യം ചെയ്യാമാവും. മതം, സാമൂഹികത്വം, രാഷ്ട്രീയം, എല്ലാ മേഖലകളിലും ഈ അവസ്ഥ നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് എൻ്റെ വിനയപൂർവമായ വിലയിരുത്തൽ. ഒരു വിധിയെ നേരിടാൻ ഒരുങ്ങിയിരിക്കുന്ന ജനം 7-ാം നൂറ്റാണ്ടിലെ ക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടം ഇപ്പോഴും ഏതാണ്ട് അതുപോലെ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. 2 ധ്രുവങ്ങളിൽ എന്നവകാശപ്പെടുന്നവർ, റെയിൽപാത പോലെ സമാന്തരമായി ഒരിക്കലും കൂട്ടിമുട്ടാതെ പോകുന്നു എന്നവകാശപ്പെടുന്നവർ ഒരു സുപ്രഭാതത്തിൽ നാം കാണുന്നത് മറ്റൊരു ഭാഗത്താണ്. എവിടെയാണ് തങ്ങൾ നിൽക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് നീതിയോ സമാധാനമോ സ്നേഹമോ അല്ലാതെ വരികയും സ്വന്തം അധികാരവും നിലനിൽപ്പും മാത്രമായി തീരുകയും ചെയ്യുന്നു. ഇത് നാം ഇപ്പോൾ വിരലിൽ കറുത്ത നിറം പുരട്ടി നമ്മുടെ അന്ത്യ അവകാശം വിനിയോഗിച്ചവരെല്ലാം കണ്ട സത്യമാണ്. അന്ധാളിച്ചു നിന്നുപോകും എവിടെയാണിപ്പോൾ അവർ എന്ന ചോദ്യത്തോടെ. അതുകൊണ്ട് തന്നെ എവിടെയാണ് കുത്തേണ്ടത് എന്ന ആശങ്കയും തീർച്ചയായിട്ടും ഉണ്ടാകും. അത് രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രം പറഞ്ഞൊരു കാര്യമല്ല. എല്ലാ മേഖലയിലും അനിശ്ചിതത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നാം ജീവിക്കുന്നു. ഈ അനിശ്ചിതത്വം ഉണ്ടാക്കുന്നത് നീതിയും നീതിരാഹിത്യവും തമ്മിലുള്ള വിവേചനം കൊണ്ടല്ല. ഞാൻ വാളിനെ വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ യേശു വാളിനെ വരുത്താൻ കാരണം ഈ ഒരു വൈരുദ്ധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. പക്ഷെ ആ വൈരുദ്ധ്യം നീതിയുടെയും നീതിരാഹിത്യത്തിൻ്റെയും ഇടയിലുള്ളതാണ്. പക്ഷെ ഇന്നത്തെ വൈരുദ്ധ്യം കുറെ കൂടെ സങ്കീർണമായ വൈരുദ്ധ്യമാണ്. എവിടെയാണ് നമുക്ക് തീർച്ചയായും ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കുക എന്ന ആശങ്കയുള്ള ഒരു കാലഘട്ടം. യിരെമ്യാവ് ജനത്തോട് ആവശ്യപ്പെടുന്നത് ഒരു ശുദ്ധീകരണത്തിന് തയ്യാറാവുക എന്നാണ്. അങ്ങനെ ഉണ്ടാകാതിരുന്നാൽ അനിവാര്യമായി സംഭവിക്കാവുന്ന പ്രവാസം ഉണ്ടാകും എന്ന സൂചന. ഇവിടെ സംഭവിച്ചത് ശലോമോന്റെ കാലത്തിന് ശേഷമുള്ള അന്തരീക്ഷത്തിന്റെ പ്രത്യേകതയാണ്. ഒന്നിച്ചു നിൽക്കാൻ പറ്റാതെ വന്ന ഒരു ജനസമൂഹം സ്വാഭാവികമായും നേരിടേണ്ടി വരുന്ന ഛിദ്രതയുടെ പ്രതിഫലനങ്ങൾ. ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ തികച്ചും രക്ഷയില്ലാത്ത, ആശ്രയമില്ലാത്ത ഒരു ജനസമൂഹമാക്കി അവരെ തീർത്തു എന്നുള്ളതാണ് ചരിത്ര സാക്ഷ്യം. ഒന്നിച്ചു നിർത്തുന്നത് ദൈവബന്ധമാണ്. അത് ക്രിസ്തു പറയുന്നത് പോലെ എവിടെ ആരാധിക്കുന്നു എന്നല്ല, എങ്ങനെ ആരാധിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. എവിടെ ആരാധിക്കുന്നു എന്നുള്ളത് യെരുശലേമിൽ മാത്രമാണ് എന്ന് ദാവീദ് ജനത്തെ പഠിപ്പിച്ചു. അതൊരു രാഷ്ട്രീയ തന്ത്രവും നീക്കവുമായിരുന്നു. പക്ഷേ അതല്ല യഹോവയുടെ പ്രശ്നം. മരുഭൂമിയിൽ ദൈവാലയം ഉണ്ടാക്കാനോ ബലിയർപ്പിക്കാനോ യഹോവ ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളത് ചെയ്താൽ പോലും, ബലി നൽകിയാൽ പോലും, പക്ഷേ എന്തിനു വേണ്ടി നൽകുന്നു എന്ന കാര്യം മറന്നു പോകരുത് എന്നാണ്. അവിടെയാണ് ആമോസിന്റെ പ്രവചനം നിർണായകമാണ്. ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും ഒഴുകുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ആരാധനയായി മനുഷ്യ ജീവിതത്തെയും ജീവിത സാഹചര്യങ്ങളെയും ദൈവത്തിന് കണക്കാക്കാൻ സാധിക്കൂ എന്നതാണ് വിഷയം. അവിടെ ഗെരസീൻ മലയിലാണോ യെരുശലേമിലാണോ എന്നുള്ളതല്ല വിഷയം. യഹോവയെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുന്നുവോ എന്നതാണ് ചോദ്യം. അതില്ലാതെ വന്നാൽ സ്വാഭാവികമായും
ആരാധനയെ നടക്കുന്നില്ല എന്ന സ്ഥിതിവിശേഷം ദൈവത്തിൻ്റെ മുമ്പാകെ അവശേഷം. അങ്ങനെയില്ലാത്ത ഒരു സമൂഹത്തിന് ജനത്തെ ഒന്നിച്ചു നിർത്താൻ സാധ്യമല്ല. ഇവിടെയാണ് യെരമ്യാ പ്രവാചകന്റെ പ്രവർത്തനത്തിലൂടെ യോശിയ രാജാവ് ഒരു ശുദ്ധീകരണത്തിന് ഒരുങ്ങുകയും വളരെ കാലം പെസഹ പെരുന്നാളിന്റെ തീയതി തിരുത്തിക്കുറിച്ചുകൊണ്ടായാൽ പോലും ജനത്തെ ഒന്നിച്ചു നിർത്താനായിട്ട് തലപ്പത്തിരിക്കുന്ന ഇടയത്വ നേതൃത്വത്തിന് സാധിച്ചത്. അതുകൊണ്ട് തന്നെ സംതൃപ്തരായ യിരെമ്യാവിന്റെ തുടർന്നുള്ള ജീവിതത്തെയും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് ഒരു വർഷം മുമ്പ് നമ്മിൽ നിന്ന് കടന്നുപോയ അഭിമന്യനായ മൈക്കിൾ ജോൺ തിരുമേനിയെ നാം സ്മരിക്കുന്നു. ഇടയത്വത്തിന്റെ ശ്രേഷ്ഠതയെ തൻ്റെ ജീവിതത്തിലൂടെ പ്രകാശിപ്പിക്കാൻ ശ്രമിച്ച ശ്രേഷ്ഠനായ ഒരു മഹാപുരോഹിതൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഒരു ജനസമൂഹത്തെ ആരാധനയിൽ ഒന്നിപ്പിക്കുകയും ആ ആരാധന ജീവിതത്തിൻ്റെ കർമ്മമേഖലയിൽ ശക്തിയാക്കി തീർക്കുകയും ചെയ്യാൻ പരിശ്രമിച്ച ഒരു വ്യക്തി. ഇസ്രായേലിനോട് യിരെമ്യാവ് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നാണ്. എന്തുകൊണ്ടാണ് വടക്കൻ സംസ്ഥാനങ്ങൾ 10 ഗോത്രങ്ങൾ അശൂരിന് കീഴടങ്ങേണ്ടി വന്നത് എന്നത് ശ്രദ്ധിക്കണം. അവിടെ യഹോവയുടെ ആരാധന തന്നെയായിരുന്നു നടന്നിരുന്നത് എന്ന സത്യമാണ്. പക്ഷേ ആ ആരാധനയുടെ അന്തസ്സത്ത ലക്ഷ്യം തൻ്റെ ചുറ്റുപാടിൽ നിന്ന് ഒരു മനുഷ്യനും യെരൂശലേമിൽ പോയി ആരാധിക്കരുത് എന്നുള്ള നിർബന്ധം മാത്രമായി. യഹോവയെ ആരാധിക്കണമെന്നോ ആ ആരാധനയുടെ അന്തസ്സത്ത മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കണമെന്നോ എന്നുള്ള ലക്ഷ്യമായിരുന്നില്ല യൊരോബെയാമിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അവിടെയാണ് തെറ്റായ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം പോലും ആരാധിക്കപ്പെടുന്നത് എന്ന സത്യം നമുക്ക് മുമ്പിൽ നിലനിൽക്കുന്നത്. ഇസ്രായേലിന്റെ അയൽരാജ്യങ്ങൾ ഇസ്രായേലിലെ ഗോത്രങ്ങളെ അമ്മാനമാടാൻ കാരണമായി തീർന്നതും ഇത് തന്നെയാണ്. ഓർമ്മയില്ലാതിരിക്കുക. തെക്കൻ ദേശത്ത് ഓർമ്മയുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് പ്രവാസത്തിൽ പോകേണ്ടി വരുമായിരുന്നില്ല. എന്തുകൊണ്ടാണ് വടക്കൻ ദേശം അടിമത്വത്തിലായത് എന്ന് അറിയാൻ സാധിക്കാതെ പോയി എന്നുള്ളത്. ഇന്ന് ഓർമ്മകളില്ലായ്മ നമ്മുടെ സകല അതിർവരമ്പുകളും ഛേദിച്ചുകൊണ്ട് കുടുംബത്തിന്റെ സ്വകാര്യതയിലേക്ക് പോലും കടന്നു വരുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ മനുഷ്യനിൽ ഉണ്ടാക്കിയ സ്വാധീനങ്ങൾ, അതുമൂലം മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്ന വ്യഥകൾ, ഇതൊന്നും ഇന്നും മനുഷ്യന് ഓർമ്മയാകുന്നില്ല, പാഠമാകുന്നില്ല. 2008 അമേരിക്കയിൽ AIG എന്ന് പറയുന്ന അമേരിക്കൻ ഇൻഷുറൻസ് ഗ്രൂപ്പിന്റെ ധിക്കാരപരവും ധാർഷ്ട്യപരവുമായ ശൈലിയിൽ നിന്നുരുത്തിരിഞ്ഞ സാമ്പത്തിക പ്രതിസന്ധി ലോകമെമ്പാടും പടരുകയും ഗ്രീഡാണ് ഇതിൻ്റെ എല്ലാം കാരണമെന്ന് ലോകം മുഴുവൻ ബോധ്യപ്പെടുകയും ചെയ്തപ്പോഴും മലയാളി ഇന്നും 3 മൊബൈൽ ഫോണും കൊണ്ടാണ് സഞ്ചരിക്കുന്നത്. ആരെ വിളിക്കാനാണ്, എന്തിനു വിളിക്കാനാണ്, എങ്ങനെ വിളിക്കാനാണ് നിശ്ചയമില്ലാത്തൊരവസ്ഥ. അവനവന്റെ ലോകത്തിലേക്ക് ഇസ്രായേൽ വിഭജിക്കപ്പെട്ട് ചുരുങ്ങിയതുപോലെ നാം ഒരു വീട്ടിനുള്ളിൽ താമസിക്കുന്ന ലോഡ്ജ് വാസികളായി തീരുന്ന ഒരവസ്ഥയിലേക്ക് ചുരുങ്ങുന്നു. എല്ലാവർക്കും അവനവന്റെ മുറിയും കുളിമുറിയുമുണ്ട്. അതിനകത്ത് ഐഡിയ പരസ്യം ചെയ്യുന്നത് പോലെ മൊബൈൽ ഫോണിലും ഇന്റർനെറ്റ് കണക്ഷനുണ്ട്. ലോകത്ത് എവിടെ വേണമെങ്കിലും വെർച്വൽ റിയാലിറ്റിയിൽ സഞ്ചരിക്കാൻ സാധിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വിഭവം, നമ്മുടെ
കോശസ്ഥിതി നമ്മുടെ ജീവിതം തന്നെ സാവകാശം അലിഞ്ഞലിഞ്ഞ് ഇല്ലാതെയാവുകയും ആർക്കൊക്കെയോ അശൂരുകാരെ പോലെ ബാബിലോണിയരെ പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാനും നമ്മെ അടിമകളാക്കാനും സാധിക്കുന്ന അന്തരീക്ഷം ഉരുത്തിരിഞ്ഞ് വരുന്നു. ഇവിടെയാണ് യിരെമ്യാ പ്രവാചകന്റെ പ്രവചനങ്ങൾ, വാക്കുകൾ നമ്മുടെ ജീവിതത്തെ ഉണർത്തേണ്ടി വരുന്നത്. ആരാണ് ഒരു നേതാവ്? ഇവിടെ പുരോഹിതന്മാരെ കുറിച്ച് പറയുന്നത് പുരോഹിതൻ എന്നെ അറിയുന്നില്ല എന്നാണ്. അറിയുന്നു എന്ന ഭാവത്തിൽ, അറിഞ്ഞ് അനുഭവിച്ചു എന്ന പുറംപോച്ചോടുകൂടെ ജനത്തിന് സമാധാനം വിതരണം ചെയ്യുമ്പോൾ കിട്ടാത്തത് കൊടുക്കുന്ന, കയ്യിലൊന്നുമില്ലാത്ത ദരിദ്രരായി തീരുന്നു വിശ്വാസികളുടെ മുമ്പിൽ പൗരോഹിത്യ നേതൃത്വം. അത്തരം നേതൃത്വത്തിന്റെ മുമ്പിലാണ് അഭിവന്ദനായ കാലം ചെയ്ത മൈക്കിൾ ജോൺ തിരുമേനി നിർണായകമായ ഒരു സാക്ഷ്യമാകും. അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് ടൊറന്റോയിലെ ഇടവകക്കാർ പ്രസിദ്ധീകരിച്ച ഒരു അനുസ്മരണത്തിൽ പറഞ്ഞിരിക്കുന്നത് കേൾക്കുക. On all occasions of his pastoral care, we as a church had witnessed and experienced the warmth and fondness of this great preacher, good pastor and affectionate father. He devoted his ministry to reach out to each and every one in the society, irrespective of denomination and creed. He also conducted regular confirmation sessions for the youth of our church. His deep devotion, preaching skills, religious zeal, and sincere service to the church are well known. ഇസ്രായേലിയ നേതൃത്വത്തിൽ നിന്ന് യിരെമ്യാ പ്രവാചകൻ പ്രതീക്ഷിച്ചത് ഇതാണ്. അവർക്ക് ലഭിക്കാതെ പോയതും ഇത് തന്നെയാണ്. ദക്ഷിണേന്ത്യ മഹാസഭയുടെ ഈ കേരളത്തിലെ ചെറിയ മലമ്പ്രദേശത്തെ ഇടവകയ്ക്ക് അങ്ങനെ ഒരു പിതാവിനെ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കൂടിവരവിൻ്റെ ആധാരം. ദൈവത്തെ നന്ദിയോടെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു വിഷയമാണ്. ഈ ലോകത്തിലെ അനേക മേഖലകൾക്ക്, പ്രവർത്തന സാഹചര്യങ്ങൾക്ക്, സമൂഹങ്ങൾക്ക് ലഭിക്കാതെ പോകുന്ന ഭാഗ്യം ലഭിച്ച ഒരു സമൂഹം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സ്തോത്രം ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി വിനയപൂർവ്വം നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. ഇസ്രായേൽ ജനത്തിന് നഷ്ടപ്പെട്ടത് പുതിയ ഇസ്രായേലിന് ലഭിക്കുന്നു എന്നുള്ള സന്തോഷം. ഒരു ചുമതലയും നിർവഹിക്കാതെ അവകാശങ്ങൾ മാത്രം മുൻപിൽ ഉന്നയിച്ചുകൊണ്ട് ജീവിക്കുന്ന നേതൃത്വമുള്ള ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് കഴിഞ്ഞുകൂടുന്നത്. ചുമതലപ്പെട്ടവർ അടിത്തറകളെ മറന്ന് അവനവനിലേക്ക്, പൊട്ടക്കിണറുകളിലേക്ക് ചുരുങ്ങിപ്പോകുന്ന ഈ കാലത്ത് വ്യത്യസ്തനായ ഒരു പിതാവിൻ്റെ അനുസ്മരണമാണ് നാം ഇവിടെ നിർവഹിക്കുന്നത്. ദൈവവും ദൈവീകമായ മൂല്യങ്ങളും, അവിടെ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരെയും ഉൾപ്പെടുത്തുന്നതിന് എനിക്ക് സാധിക്കുന്നു. ദൈവീകമായ മൂല്യങ്ങൾ, ആത്മീയത, ആത്മീയ ബന്ധങ്ങൾ, അവിടെയും ദൈവമുണ്ടോ ഇല്ലയോ എന്ന നിശ്ചയമില്ലാത്ത ആളുകളെ ബന്ധിപ്പിക്കാൻ എനിക്ക് സാധിക്കും. വികലമായി തീരുന്ന ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. അത് ഇവയൊക്കെയും അവഗണിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ദൈനംദിനം നമ്മുടെ ജീവിതം ഏതെങ്കിലും ഒരു വിധത്തിൽ പ്രവാസത്തിലാകുമ്പോൾ ഈ സ്മരണ നിർണായകമാണ്. ആ സ്മരണയിലൂടെ വർദ്ധിച്ച ദുരിതത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, നഷ്ടത്തിൻ്റെ, അടിമത്വത്തിൻ്റെ മേഖലയിലേക്ക് നമ്മെ നടത്തുവാൻ തക്കവണ്ണമുള്ള ഒരു മുൻകരുതൽ എടുക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അഭിവന്ദനായ കാലം ചെയ്ത മൈക്കിൾ ജോൺ തിരുമേനി തൻ്റെ നേതൃത്വ ശുശ്രൂഷ പാഠവങ്ങളിലൂടെ
ഈ ലോകത്തിന് മറ്റൊരു ലോകം സാധ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തിയ വ്യക്തിയാണ്. അഖില ലോക ക്രൈസ്തവ മേഖലയിൽ ചിന്തിച്ച ഒരു വിഷയം തന്നെയാണ്. സാധ്യമാണോ അത്? അല്ല എന്ന് വലിയ ശബ്ദഘോഷത്തോടുകൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ല, പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിച്ച ദൈവത്തിന്റെ ശുശ്രൂഷകനായി സാധിക്കും, അത് ദൈവത്താൽ എൻ്റെ പങ്കാളിത്തത്തോടുകൂടെ സാധിക്കും എന്ന് വിശ്വസിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുകയും ചെയ്ത ശ്രേഷ്ഠനായ ഒരു പിതാവ്. ദൈവം മാത്രം ശ്രമിച്ച് നടക്കാതെ പോയ സംഭവങ്ങൾ നമുക്കറിയാം. സ്വന്തം പട്ടണത്തിൽ യേശു ചെല്ലുമ്പോൾ നിരാശനായി തിരിച്ചു പോന്ന കഥയും നമുക്കറിയാം. അവിടെയാണ് നേതൃത്വത്തിൻ്റെ ശ്രദ്ധ, വിജിലൻസ് നിർണായകമാകുന്നത്. അഭിവന്ദ്യനായ മൈക്കിൾ ജോൺ തിരുമേനിയെ 1981 ഈസ്റ്റ് കേരള രൂപത ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനും അതിനാവശ്യമായ അടിസ്ഥാന ക്രമീകരണങ്ങൾ സൃഷ്ടിക്കാനും നിയോഗിച്ചതാണ്. വേണമെങ്കിൽ പറയാമായിരുന്നു ഇത് അസാധ്യമാണ്. അധികവും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറിയ ആളുകൾ, സാമ്പത്തികമായി അത്രത്തോളം സുരക്ഷിതമല്ലാത്ത മേഖല, വളരെ ഉയർന്ന ഗോപുരങ്ങൾ ഉള്ള പള്ളികളില്ലാത്ത മേഖല, ഇതൊക്കെയും തീർച്ചയായും മറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതായി. പക്ഷേ അത് സാധ്യമാണ് എന്ന് തെളിയിക്കുക മാത്രമല്ല, ബോധ്യപ്പെടുത്തുക മാത്രമല്ല, മറിച്ച് അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷനായി തീരുവാനുമുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. ഒരു യഥാർത്ഥ നേതൃത്വത്തിൻ്റെ, ഇടയത്വത്തിൻ്റെ പ്രത്യക്ഷ രൂപത്തിൻ്റെ പ്രതീകമാണ് അഭിവന്ദ്യനായ തിരുമേനി. അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ഈ ആരാധന നമുക്ക് നിർവഹിക്കാം. ഈ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പ്രതി ആരാധന, വചനഘോഷണം, ഇടയത്വ ശുശ്രൂഷ, അല്ല, മൊത്തമായ ജീവിതം എല്ലാത്തിനെയും കരുതി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളും അതോടൊത്ത് ചേരും എന്ന ഉത്തമ ബോധ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഘോഷിക്കുന്ന, ജീവിതത്തിൽ പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ കരുണയെ സ്മരിക്കുന്ന, അദ്ദേഹത്തെ സ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ സ്മരണകൾ ഉണ്ടായിരിക്കട്ടെ അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹം പ്രസംഗിച്ച, പ്രവർത്തിച്ച ക്രിസ്തുവിനെക്കുറിച്ചും നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി കൊണ്ടെൻ്റെയുള്ളം നന്ദി നിറയും സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. കർത്താവേ, അഭിവന്ദ്യ പിതാവിനെ പിന്തുടർന്നുകൊണ്ട് അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ വചനത്തിൻ്റെ ശക്തിയാൽ ലോകത്തിലെ അടിമത്തത്തിനെതിരെ ഞങ്ങളെ തന്നെ ഒരുക്കണം. സ്വതന്ത്രരാക്കി അങ്ങേക്കുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുതമ്പുരാൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ഈ സന്ദർഭത്തിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട എ.പി. ജേക്കബ് അച്ഛനോട്, അദ്ദേഹത്തിന് അഭിവന്ദ്യ തിരുമേനിയുടെ കുടുംബാംഗങ്ങളോട്, ഇതിന് അവസരമൊരുക്കിയ അഭിവന്ദ്യ ദാനിയേൽ തിരുമേനിയോട്, ബഹുമാനപ്പെട്ട അച്ഛന്മാരോട്, നിങ്ങളെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും സന്ദർഭത്തിൽ അറിയിക്കട്ടെ. ഒരിക്കൽ കൂടെ ലോകാന്ത്യത്തോളം നിലനിൽക്കുന്ന പുനരുത്ഥാനത്തിൻ്റെ ആത്മാവ് നമ്മളിൽ നിലനിൽക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.